ലക്ഷദ്വീപ് വരുന്നുണ്ട്. ഞങ്ങളെ എങ്ങനെയെങ്കിലും മുടങ്ങി കിട്ടിയാൽ മതി. നാളെ സ്കൂൾ മാർച്ചോടില്ലേ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്പെഷ്യൽ വ്ലോഗാണ്. വരികയാണ്. ഞങ്ങളിതാ എയർപോർട്ടിലേക്ക് ഏകദേശം 12 10 എത്തും പറഞ്ഞ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ 11 മണി 12 അടച്ചു. അപ്പോൾ 11 മണിയായി. ഇമ്മുണ്ട് അവിടെ, അപ്പുറത്താ അച്ചുണ്ട്. ഞങ്ങള് 4 കൂടെയാണ് എയർപോർട്ടിലേക്ക് പോണേ. ഉറങ്ങാതെ കാത്തുക. സാധാരണ നേരെ ആയിരോ സൈഡാണോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഉറങ്ങിക്കോ, എയർപോർട്ടിലേക്ക് പോകാൻ. ഇവിടെ ഉറങ്ങിക്കോട്ടോ. ഉണ്ട് നമ്മക്ക് ഇവിടെ റെഡി ആയി കുത്തിരി കേട്ടോ. പോലെ നമ്മളിതാ പോവാണ്. എയർപോർട്ടിൽ എത്താനായി. ഇമ്മ എത്ര മണിക്ക് എത്തുന്ന പറയുന്നാവോ? ഇമ്മ ഏകദേശം 11:56. 11:56 ടൈം 11:52 മമ്മി. എൻ്റെ അമ്മ ഞങ്ങള് ഇന്ന് നമ്മള് വയനാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ളൂ അമ്മ. അവിടുന്ന് ഞങ്ങൾ അങ്ങനെ നേരെ ട്രിപ്പ് മീൻസ് നമുക്ക് അങ്ങനെ പോയി നേരെ നമ്മള് വീട്ടിലേക്ക് വന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ നാളെ അമ്മക്ക് പണിക്ക് പോകണ്ട, അച്ഛന് മദ്രസുണ്ട്, സ്കൂളുണ്ട്. ഇനി ഇമ്മ വന്ന് ഇവിടെ ആയിട്ട് വേണല്ലോ നിങ്ങൾക്ക് കണ്ടു പോവാന്. പൂക്കോട്ടൂര് കടന്ന് ആക്കി ഞാൻ പോകും. അങ്ങനെയാണ്. ഇവർ രണ്ടാളും ഇനിയിപ്പോൾ മുണ്ടറമ്പ കൊണ്ടാക്കി കൊടുക്കണം. അപ്പം എന്തായാലും കുറച്ച് ദിവസമായില്ലേ അമ്മാനെ അമ്മ പോയിട്ട്? 16 ദിവസം. 15 ദിവസമല്ല, 15 ദിവസം അല്ല 15 ദിവസം. 15ാമത്തെ ദിവസം ഇന്ന്. അപ്പം എന്തായാലും അവിടെ പോയൊക്കെ കണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് നമ്മളെ നാട്ടിലെത്തട്ടെ. എത്തിയിട്ടില്ലല്ലോ. നമ്മളെ നാട്ടിലെത്തിയോ? അങ്ങനല്ല, നാട്ടിലെത്തല്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചു. നിങ്ങള് പറഞ്ഞു കേട്ടപ്പോ ഇമ്മ ഉംറൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ എന്തായാലും റാത്തായി കഴിഞ്ഞ നാട്ടിലെത്തട്ടെ. അത് ഉദ്ദേശിച്ചേ. ഞാൻ വിചാരിച്ചു നമ്മളിപ്പോ എയർപോർട്ടിലെത്തി കാര്യങ്ങളൊക്കെ ശരിയാക്കിങ്ങാണ്ട്. അങ്ങനല്ല. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേറെ ഉമ്മ പറഞ്ഞ വേറെ. അപ്പൊ എന്തായാലും ഗൈസ് എല്ലാവർക്കും പോവാത്തവർക്ക് പോവാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നമ്മക്കും അതിന്റെ കൂട്ടത്തില് പെട്ടെന്ന് നടക്കണം എന്നുണ്ട്, പോണം. എയർപോർട്ടിൽ എത്തിയപ്പോൾ നമ്മളൊന്നും മണ്ടിട്ടൊക്കെ പായാണ് ഇല്ലയോ? ഇമ്മ എത്താനായിട്ട് ഞാൻ പായാനേ. അപ്പൊ നല്ല രസം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ബാബുന് എന്താണ് കാറിന് പുറത്താണ് ഭയങ്കര തിരക്കിന്. എന്ത് അടുത്താ അതും തിരക്കറിയോ? സിഗ്നലാണ്, സിഗ്നല്. നമുക്ക് എയർപോർട്ടിന്റെ ഉള്ളിൽ തന്നെ ഒരു സ്ഥലത്ത് എന്താണ് പാർക്ക് ചെയ്യാൻ. അഞ്ഞൂര് വന്നാൽ ഭയങ്കര തിരക്ക്. ഇപ്പൊ ഒരു മനസ്സില്ല. അന്ന് 2-3 ഫ്ലൈറ്റ് ഒപ്പം ഉണ്ടായിരുന്നു. ആഭ്യന്തര ആഗമനം. അതെ, ആഭ്യന്തര ആഗമനമാണ്. അതായത് ഇന്ത്യൻ്റെ ഉള്ളിലത്തെ ഫ്ലൈറ്റുകളൊക്കെ നമ്മൾ ലക്ഷദ്വീപൊക്കെ പോകണമെങ്കിലേ ഇവിടെ ഇറങ്ങാം. പിന്നെ ഒരു കാര്യം, ലക്ഷദ്വീപിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് നമ്മള് കുറേ പേര് ബാബോട് ഈണ്ടടി കണ്ടിരുന്നു. ലക്ഷദ്വീപത്തെ ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്. ലക്ഷദ്വീപിക്ക് വരുന്നുണ്ട്. ഞങ്ങളെ നമ്പർ എടുക്കൂ, മെസ്സേജ് അയക്കൂ, നിങ്ങൾ ക്ഷണിക്കൂ. അപ്പൊ ഞങ്ങൾ വരും, ഉറപ്പാണ്. ഒരു വിളി നിങ്ങളോട് പോയി കാര്യങ്ങൾ ഒരു വിളിക്കാ ഞങ്ങൾ കാത്തിരിക്കുക ലക്ഷദ്വീപിലേക്ക്. പാവപ്പെട്ട അമ്മാനും വിളിക്കും. ഒരു വിളിക്കാ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം ലക്ഷദ്വീപിക്ക് പോകാൻ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട സംഭവം അല്ലേ? കുറെ ആൾക്കാർ നിങ്ങൾ ലക്ഷദ്വീപിക്ക് വരുന്നില്ല. പ്ലേസ് ആണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. നടക്കും, വരും. കുറച്ചുകൂടെ പോകണ്ട്. ഇവിടെയാണ് പോയതില്ലോ. അത് D1 എന്നാ പോയത്. ഇത് D2 ആണ്. ഇനി ലേറ്റാ. 12:25 എത്തുള്ളൂ. മുഞ്ചിലേ കാണിക്കുന്നുണ്ട് 12. ഉമ്മ കയറപ്പോ
നാളെ ഡ്യൂട്ടിയിലല്ലേ? അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങി കിട്ടിയാൽ മതിയെന്ന് ദോരം നടക്കുക. നാളെ സ്കൂൾ മാർച്ച് വിടില്ലേ? അന്നെ ഉസ്താദിട്ട് മുളുമ്പോഴും തന്നെ ഉസ്താദി ഇപ്പാക്കി. അപ്പോൾ ഒരുപാട് ലേറ്റാട്ടോ വണ്ടി. 10 മണിക്ക് എത്താനുള്ളത് 12:30. ഇതായിരിക്കാം 12:30. എന്തേ ക്ഷീണിച്ചാ? എത്ര നേരം വരെ നമുക്ക് കസേരകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിട്ടിയ സ്ഥലത്തിരുന്നു. നമ്മളെ ഏറ്റവും ലാശെത്തി. നല്ല ജനായിട്ട് നല്ല ആൾക്കാരാ. നമ്മളെക്കാട്ടി മുന്നേ എത്രയോ മുന്നേ വന്ന് നിൽക്കണവരുണ്ട്. ഒന്നും ഞാൻ ചർച്ചയുണ്ടോ? അമ്മ വണ്ടിയുടെ പാർക്കിംഗ് ഇടണോ? അതല്ല ബാബു ഇനിയിപ്പോ ഉമ്മ വന്നിറങ്ങിയില്ലെങ്കിൽ ലഗേജ് വെക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണ്ടേ? നടന്ന് പോയി ഒന്ന് എടുത്തു വന്നിട്ട് ഇവിടെ പാർക്കിംഗ് സ്ഥലം ഉണ്ടാവും. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ ഇനി? പാർക്കിംഗ് ഉണ്ട് ഇവിടെ. ഇപ്പൊ പേ ഇല്ലാതൊരു ഇപ്പൊ പേ ഇല്ലാത്തൊരു പാർക്കിംഗാ. പേ ഇല്ലാത്തത്ര നമുക്ക് നിർത്തിക്കണം. അങ്ങനെ അൽഹംദുലില്ലാ എമ്മയുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ പുറത്തോടെ കയറും. എന്തായാലും ചെക്കിങ് എന്താണ് ലഗേജും കാര്യങ്ങളും ചെക്കിങ് ഒക്കെ ഉണ്ടാവില്ലേ? അവിടെ പോയിക്കലെന്നാ പറ്റും കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്, എത്തിയിട്ടില്ല. നല്ല വെയിറ്റിംഗാ. ഈ കാണാൻ മൊത്തം ഉള്ള തോന്നുന്നുണ്ട്. ഈ കാണാൻ മൊത്തം ആ ഒരു ഉംറ ടീമിലുള്ള വെയിറ്റിംഗ്. അപ്പോൾ നമ്മളെ ടീം എത്തിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് എല്ലാവരും വരിയായിട്ട് വരുന്നുണ്ട്. നമുക്ക് ബാക്കിലെന്ന് തോന്നുന്നുണ്ട്. ഉമ്മാക്കണം മൂത്തമ്മാക്കണം. ഉമ്മ ഏറ്റവും ബാക്കിലാ, ലാസ്റ്റ് വണ്ടിയാ. അങ്ങനെ ഉമ്മാനടുത്ത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പോന്നു. ഓരെല്ലാവരും കൂടി ഇറങ്ങി വന്നപ്പോൾ ഒരു ജഗ ബുക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഉമ്മ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്.